എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് വരാനിരിക്കുന്ന മനുഷ്യരോട് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പേരാണ് നമ്മൾ ഈ ലോകത്ത് ബാക്കിയാകുന്നത് എന്താണോ അത്. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. കഥ പറയട്ടെ. കഥകൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെന്താണെന്നറിയാലോ, അടുത്ത നിമിഷം എന്ത് സംഭവിക്കുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കും നമ്മൾ, അല്ലേ? കഥയിൽ ഏത് സമയവും എന്ത് സംഭവിക്കാം? ട്വിസ്റ്റ് സംഭവിക്കാം. ഞാൻ ഈ അടുത്തൊരു കവിത വായിച്ചു. സിസിക്കെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്. ദ്വീപിലുള്ള ഒരാള് അയാളുടെ ഇന്ത്യയിലുള്ള കാമുകിക്ക് നിരന്തരമായി കത്തുകൾ എഴുതും. എല്ലാ ദിവസവും എഴുതും. കത്തെഴുതി അവസാനം സംഭവിച്ചത് ഈ കാമുകി പോസ്റ്റ്മാൻ നമ്മോട് വിളിച്ചു കൊടുക്കും. ഞാൻ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ട്വിസ്റ്റ് ഒളിപ്പിച്ചു വെക്കലാണ് കഥയുടെ കൗതുകം, അല്ലേ? ഓക്കെ, നമ്മൾ പറയാൻ വിചാരിച്ച കഥ വേറെ ഒന്നായിരുന്നു. ഒരു കുരുവിയുടെ കഥയാണ്. കുരുവി ഇങ്ങനെ പല രാജ്യങ്ങളിലൂടെ കറങ്ങി പല കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുരുവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചങ്ങാതിയുടെ അടുത്തേക്ക് വന്നു. ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി ഒരു പർവ്വതമാണ്. കുരുവിയും പർവ്വതം. ഒരു മാച്ച് ഇല്ല അല്ലേ? നിങ്ങൾ 96 എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ? കാതലെ കാതലെ എന്ന് പറഞ്ഞ പാട്ടില്ലേ? ആ പാട്ട് നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയാൽ അതിൽ 2 ശബ്ദങ്ങൾ പ്രത്യേകമായിട്ടുണ്ട്. ഒന്നൊരു കുരുവിയുടെ ശബ്ദമാണ്, ഒന്ന് ഒരു തിമിംഗലത്തിന്റെ ശബ്ദമാണ്. അതെന്തിനാണ് കുരുവിയുടെ ശബ്ദം നമുക്ക് മനസ്സിലായി, സാധാരണ പാട്ടുകളിലൊക്കെ വരാറുണ്ട്. പക്ഷെ തിമിംഗലത്തിന്റെ ശബ്ദം എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ സംഗീത സംവിധായകനുണ്ട്, ഗോവിന്ദ് വസന്ത. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം കുട്ടിക്കാലത്ത് കേട്ട ഒരു പോയട്രിയെ കുറിച്ച്. ആ പോയട്രിയിൽ ഒരു കുരുവിയും തിമിംഗലവും സ്നേഹത്തിലാവാണ്. ഒന്നിക്കാൻ കഴിയുമോ? ഒന്നിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. അങ്ങനെ ഒരിക്കലും ഒന്നിക്കാൻ കഴിയാത്ത 2 ആളുകളുടെ കഥയാണ് ആ സിനിമ പറയുന്നത്. അതുകൊണ്ടാണ് ആ ശബ്ദങ്ങൾ അവിടെ കൊണ്ടുപോയിട്ടെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾക്ക് മാച്ച് എന്ന് തോന്നാത്ത അല്ലെങ്കിൽ സംഭവിക്കാത്ത സംഗമങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യബന്ധങ്ങളുണ്ട്. അതുപോലെ ഒരു ബന്ധമാണ് ആര് തമ്മിൽ? കുരുവിയും പർവ്വതവും തമ്മിൽ. ഇങ്ങനെ പർവ്വതത്തിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ പർവ്വതം ചോദിക്കുന്നുണ്ട്, നീ എവിടെയൊക്കെ പോയി, ഏതൊക്കെ രാജ്യങ്ങൾ കണ്ടു? കുരുവി പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് രാജ്യങ്ങളിലൂടെ പോയി, ഇന്ത്യയിൽ പോയി, പാകിസ്ഥാനിൽ പോയി, ബംഗ്ലാദേശിൽ പോയി. ഇതൊക്കെ ഞാൻ നിന്നോട് എന്തിനാ പറയുന്നത്? നിനക്കിതൊക്കെ അറിയോ? നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു പർവ്വതമാണ്, നിനക്കെന്ത് ഇന്ത്യ, എന്ത് പാകിസ്ഥാൻ, ഇതൊക്കെ നിനക്കറിയോ? കുരുവി പർവ്വതം പറഞ്ഞു, അറിയാം. എങ്ങനെ? എനിക്ക് നിന്നെ മാത്രം നല്ല അറിയാം, എനിക്ക് എത്രയോ കാലത്തെ പക്ഷികളെ അറിയാം, എത്രയോ തലമുറകളായുള്ള നിന്റെ അച്ഛന്മാരെയും അമ്മമാരെയും ഒക്കെ എനിക്കറിയാം. അവരൊക്കെ എനിക്ക് പറഞ്ഞു തന്ന കഥകളിൽ നിന്ന് എനിക്ക് രാജ്യങ്ങളെയും രാജ്യങ്ങളിലെ കാഴ്ചകളെയും കാഴ്ചകളിലെ കൗതുകങ്ങളെയും അറിയാം. അപ്പോഴും കുരുവി പറഞ്ഞു, എന്നാലും നിനക്ക് ചിറകില്ല. എന്നാലും നിനക്ക് ചിറകില്ലല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് കുരുവിയെ ഒരു പരുന്ത് റാഞ്ചിക്കൊണ്ടു. കുരുവിക്ക് ചിറകുണ്ട്, പക്ഷെ എന്തില്ല? പേരില്ല, അല്ലേ? പർവ്വതത്തിന് ചിറകില്ല, പക്ഷെ എന്തുണ്ട്? പുറത്ത് കാണുന്നതിനേക്കാൾ ആഴത്തിൽ അള്ളിപ്പിടിച്ച് പറ്റിച്ചേർന്ന് കിടക്കുന്ന കിലോമീറ്ററുകൾ നീളമുള്ള വേരുകളുണ്ട് ഓരോ പർവ്വതത്തിന്റെയും താഴെ. അത്രയേറെ ആഴങ്ങളിലേക്കുണ്ടത്. നിങ്ങൾക്ക് രണ്ടുണ്ടാവും, വേരുകളും ചിറകും. എന്താണ് വേരുകൾ? ശരിക്കും നമ്മുടെ വേരുകൾ എന്താ? നമ്മുടെ റിലേഷൻഷിപ്പാണ്, അല്ല? ആ വേരിനെ നമ്മളെ പിന്നെയും പിന്നെയും ഇങ്ങനെ ശ്രദ്ധിക്കുകയും വെള്ളം തെളിച്ചു കൊടുക്കുകയും ഭംഗിയിൽ നിർത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ചിറകുണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല.
നമ്മള് ഒരു കുട്ടി മുല്ലവള്ളിക്ക് എങ്ങനെയാണ് വെള്ളം നനച്ചു കൊടുക്കുക? മുല്ലവള്ളി ഇങ്ങനെ മാവിലേക്ക് കയറിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. മാവിലേക്ക് കയറിപ്പോയ മുല്ലവള്ളിക്ക്, ചെടിക്ക്, ആ മുല്ലവള്ളിക്ക് വെള്ളം നനയ്ക്കുന്ന ഒരു കുട്ടി വെള്ളം നനയ്ക്കുന്നത് വേരിലേക്ക് അല്ലെ? മാവിലേക്ക് കയറിയിട്ട് ഓരോ ഇലയിലും അല്ല, മുല്ലവള്ളിയുടെ ഇലകളിലല്ല വെള്ളം നനയ്ക്കുക. പിന്നെ വേരിൽ വെള്ളം നനച്ചാലുള്ള ഗുണം എന്താണ്? അത് ഇലകളിലേക്ക് എത്തും. ഇലയിൽ വെള്ളം നനച്ചാലോ അത് വേരിലേക്ക് എത്തില്ല അല്ലെ? പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ പരിപാലിച്ചു കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ ബന്ധങ്ങളെയാണ്. നമ്മുടെ അച്ഛനെ, അമ്മയെ, താത്തയെ, ഇക്കാക്കയെ. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. നിങ്ങൾ കുമ്പളങ്ങി കഴിച്ചിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? രസമുണ്ടല്ലേ? കുറെ മെസ്സേജുള്ള സിനിമയാണത്. നമ്മൾ ഇത്ര കാലം ഹീറോ എന്ന് പറഞ്ഞവരൊന്നുമല്ല ഹീറോ എന്നും അവരൊക്കെ വെറും മനോരോഗികളായിരുന്നു എന്നും ആ സിനിമ നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അല്ലേ? അല്ലേ? എനിക്കത് മനസ്സിലായ ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്നറിയോ നിങ്ങൾക്ക് ഒരുപക്ഷെ വേറെ ഒന്നായിരിക്കും. എനിക്കതിൽ നിന്ന് കൂടുതലും കിട്ടിയ മെസ്സേജ് എന്താണ് എന്ന് ചോദിച്ചാൽ, 4 ചിതറിക്കിടക്കുന്ന സഹോദരന്മാർ, ഒരു സ്നേഹമില്ല. 2 ആളുകൾ തമ്മിലുണ്ട് അല്ലെ? ഫ്രാങ്കിയും ബോണിയും തമ്മിൽ സൗഹൃദമുണ്ട്. പക്ഷെ 4 ആളുകൾ കൂടിയ പിന്നെ അവിടെ ഒരു സൗഹൃദമില്ല. ഒരു ഹോട്ടലിലോ മറ്റോ വരെ ഇരിക്കുന്നുണ്ട്, അവിടെ 100 കണക്കിന് മനുഷ്യന്മാരുണ്ട്. എന്നാലും ബോബി എല്ലെടുത്ത് എറിയുന്നത് ആരെയാണ്? സജിയെ മാത്രമാണ്. സ്വന്തം സഹോദരനെ എടുത്തിട്ടാണ് എല്ലെടുത്തിട്ട് എറിയുന്നത്. അത്രയേറെ മനുഷ്യന്മാരവിടെ ഉണ്ടായിട്ടും ബോബിക്ക് ഒറ്റ ശത്രുവേ ഉള്ളൂ. അതാരാണ്? സ്വന്തം സഹോദരനാണ്. ഇങ്ങനെ കഴിഞ്ഞ 4 ആളുകൾ ആ സിനിമ തീരുമ്പോഴേക്ക് അവർക്ക് മനസ്സിലായൊരു കാര്യം ഇതാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഇതാണ്. എന്താണ്? ആ 4 ആളുകൾ തിരിച്ചറിയുന്നൊരു കാര്യം, ആ 4 ആളുകളുടെയും ലഹരി ആ 4 ആളുകളും തന്നെയാണ്. അപ്പോഴാണ് അവരുടെ ഇടയിൽ വല്ലാത്തൊരു ബോണ്ട് ഉണ്ടാവുന്നത്. അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റുകളൊന്നും അല്ല ലഹരി. നമ്മുടെ ലഹരി എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ് അല്ലെ? മനുഷ്യനേക്കാൾ മനോഹരമായൊരു ഡ്രഗ് വേറെ. ഇതൊരാൾ തിരിച്ചറിയുന്നത് മുതലാണ് അയാൾക്ക് ലഹരി ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രളയം എന്ന് നമുക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ പാഠം എന്തായിരുന്നു? മനുഷ്യന്റെ വിലയിരുന്നു അല്ലേ? അന്യർക്ക് പ്രവേശനമില്ല എന്ന് നമ്മൾ എഴുതി വെച്ച എല്ലാ ബോർഡും പ്രളയത്തുകൊണ്ടുപോയി. എന്നിട്ട് നമ്മളോട് പറഞ്ഞ അന്യന്മാരൊന്നുമില്ല, അനിയന്മാരുള്ളൂ അല്ലേ? രമണ മഹർഷിയോട് ചോദിക്കുന്നുണ്ടേ, ഞങ്ങൾ എങ്ങനെയാണ് അന്യരായ ആളുകളോട് പെരുമാറുന്നത്? രമണ മഹർഷി കേട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ ജീവിച്ച വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ഒരു വിദ്യാർത്ഥി ചോദിക്കുകയാണ്, എങ്ങനെയാണ് അന്യരായ ആളുകളോട് പെരുമാറേണ്ടത്? അപ്പൊ മഹർഷിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, there are no others. അന്യരായ ആരുമില്ല, അങ്ങനെയാണ് പെരുമാറേണ്ടത്. അനിയന്മാരും അനിയത്തികളൊക്കെ ഉള്ളൂ കേട്ടോ. ഈ ഇരിക്കുന്നതൊക്കെ ഒരു മത്സര പരീക്ഷയിലെ എതിരാളികളല്ല, നിങ്ങളുടെ ഉടപ്പിറപ്പുകളാണ്. ഒരു ഗുരുവുണ്ട്, ക്ലാസ് കഴിഞ്ഞാൽ അവസാനം ഒരു ചോദ്യം ചോദിക്കും. എന്തെങ്കിലും ഒരു ചോദ്യം എല്ലാ ദിവസവും ചോദിക്കും. ഒരു ദിവസം ചോദിച്ചു, രാത്രി അവസാനിച്ചു എന്നും നേരം വെളുത്തു എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാറുള്ളത്? സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പൊ കുട്ടികൾ പറഞ്ഞു, സാറേ ഞങ്ങള് പുറത്തേക്ക് നോക്കിയാൽ അകലെ നിൽക്കുന്നത് ഒരു മരമാണോ മനുഷ്യനാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു. ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ്. വേറൊരാൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾ പുറത്തേക്ക് നോക്കുമ്പോൾ അകലെ നിൽക്കുന്ന ഒരു മരം കണ്ടാൽ അത് മാവാണോ പ്ലാവാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നേരം വെളുത്തു. അപ്പോഴും ഗുരു പറഞ്ഞു ഉത്തരം തെറ്റാണ്. പിന്നെ എന്താണ് ശരി ഉത്തരം? ഗുരു ഇങ്ങനെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു കൊടുത്തു, മുന്നിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ നിന്റെ സഹോദരനാണ് എന്നും, മുന്നിൽ നിൽക്കുന്ന ഒരു പെണ്ണ് നിന്റെ പെങ്ങളാണ് എന്നും നിനക്ക് എപ്പോഴാണോ മനസ്സിലാവുന്നത് അതാണ് പറയുന്നത്. അത് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ സൂര്യൻ മുകളിൽ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല, നീ കുടിരുട്ടത്തിലാണ് അല്ലെ? ഈ ഉടപ്പിറപ്പാണ് മനുഷ്യര് എന്നുള്ള ഒരു ആത്മബോധത്തിൽ നിന്നാണ് മനുഷ്യരായ മനുഷ്യരോട് മുഴുവൻ നമുക്ക് കനിവുണ്ടാവുക. അതാണ് പ്രളയം വന്നിട്ട് നമുക്ക് പറഞ്ഞു തന്നത്.
സൈക്കിൾ വാങ്ങാൻ എടുത്തു വെച്ച പണം മുഴുവനും ഇങ്ങനെ പൊത്തിപ്പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കൊടുത്ത തമിഴ്നാട്ടുകാരിയായ ഒരു അനുപ്രിയുണ്ട്. അച്ഛന് കൊടുത്ത ഭൂമിയിൽ നിന്ന് 100 സെന്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എഴുതി കൊടുത്ത കണ്ണൂർ ജില്ലക്കാരിയായ ഒരു സ്വാഹയും ബ്രഹ്മയുണ്ട്. വെള്ളത്തിലിങ്ങനെ മുങ്ങി നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ചവിട്ടി കടന്നു പോകാൻ വേണ്ടിയിട്ട് മുതുകിങ്ങനെ കുനിച്ചു കൊടുത്ത ഒരു നീലക്കുപ്പായക്കാരൻ ജയ്സലുണ്ട്. മലയാളികളുള്ളിടത്തോളം കാലം മറന്നുമില്ല അല്ലേ? നമുക്ക് മനസ്സിലായത് മനുഷ്യന്റെ വിലയായിരുന്നു. ഈ മനുഷ്യന്റെ വിലയെ ഒരാൾ എത്ര അഗാധമായാണോ സ്നേഹിക്കുന്നത്, മനസ്സിലാക്കുന്നത്, അതാണ് മറ്റൊരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ വാല്യൂ എന്നത്. ഐ ലവ് യു എന്ന് മാത്രമല്ല മനുഷ്യന്മാരോട് പറയേണ്ടത്, ഐ വാല്യൂ യു എന്നോട് പറയണം. എനിക്ക് നിങ്ങൾ പ്രിയപ്പെട്ട ഒരാളാണ് എന്ന് മാത്രമല്ല, എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ് എന്നോട് പറയണം. അപ്പോഴാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും അല്ലേ? സൺഡേ ഹോളിഡേ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ടായിരുന്നു, നല്ല സിനിമയാണ്. അതിൽ KPS ലളിത പറയുന്ന ഒരു വാക്കുണ്ട്. അത് പറയുന്നുണ്ട്, ഈ ആസിഫ് അലിയും KPS ലളിതയുടെ മരുമകനും തമ്മിൽ മകനും തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയാണ്. ഈ മകൻ വളരെ ക്രൂരമായിട്ട് പെരുമാറുക, ഒട്ടും സൗമ്യതയില്ല, വളരെ പരിക്കനായിട്ടാണ് പെരുമാറുക. പക്ഷെ അയാളുടെ പിന്നിൽ വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അത് കാരണമാണ് അയാൾ ഇങ്ങനെ ആയത്. ഇതാർക്കറിയാം? അമ്മക്കറിയാം. ഈ അമ്മ വന്നിട്ട് ആസിഫ് അലിയോട് പറയാണ്, മോനെ, മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ വഴക്കുകളൊന്നും ഉണ്ടാവില്ല. ഇതൊരു നല്ല വാക്കാണല്ലേ? മുന്നിൽ നിൽക്കുന്ന മനുഷ്യന്റെ ഉള്ളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ലോകത്തൊരു വഴക്കുണ്ടാവില്ലായിരുന്നു മോനെ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ. 15 വയസ്സായാലും മകനും 16 വയസ്സായാലും മകൾക്കും ഒക്കെ മുഖത്തൊരു കറുത്ത പുള്ളി വരിക എന്ന് പറഞ്ഞാലോ, തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാലോ ഒക്കെ വലിയൊരു വിഷയമാണത്. അത് 50 വയസ്സായ അച്ഛനും 40 വയസ്സായ അമ്മയ്ക്കും ചിലപ്പോൾ അത്ര വിഷയമാവില്ല. അവർ ചോദിക്കും, ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിന് വേണ്ടിയാണോ നീ കരയണത് എന്നൊക്കെ ചോദിക്കാനുള്ള കാരണം എന്താണ്? ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ ഒന്ന് കാണാൻ ശ്രമിക്കാത്തതുകൊണ്ടായിരുന്നു. സാധാരണ പറയാറുണ്ടല്ലോ, രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖം തന്നെയാണ് അല്ലേ? മിലി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടെന്നുണ്ടോ നിങ്ങൾ? അതിന്റെ അവസാനം ചെറിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗമെങ്കിലും പോയിട്ട് കേൾക്കണം. അതിലാണ് ഈ വാക്ക് പറയുന്നത്. ആ പൊട്ടിയ കാറിന്റെ ടയർ ആലോചിച്ചിട്ടാണോ നീ കരയണത് എന്നൊക്കെ നമ്മൾ ആ കുട്ടിയോട് ചോദിക്കാനുള്ള കാരണം എന്താണ്? അവന്റെ കണ്ണുകൊണ്ട് അവനെ ഒന്ന് കാണാൻ ശ്രമിക്കാത്തതുകൊണ്ടാണ്. ഇത് ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റെതായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്നേഹിതന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ശത്രുക്കൾ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ പറയുന്നത് അല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മളെ ആദരിക്കുകയും നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുകയും, ആരും സ്നേഹിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതത്തെ നമ്മളെങ്കിലും സ്നേഹിക്കണം. നമ്മുടെ ജീവിതം നമുക്കൊരു ആഘോഷമാണ്. അതാണ് മിസ്റ്റർ ബീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ആരും വേണ്ട, മൂപ്പർക്കാ ടെഡിബിയറും മതി. അതിനോട് വർത്തമാനം പറഞ്ഞിട്ട് മൂപ്പര് ഹാപ്പിയാണ്. നമ്മൾ ഹാപ്പി അല്ലല്ലോ. മനുഷ്യന്മാരൊക്കെ എത്ര ടെൻഷനാണെന്നറിയോ? മനുഷ്യന്മാർക്ക് വിളിക്കുമ്പോൾ പോലും ഹലോട്ട്യൂണൊക്കെ കേൾക്കുന്നത് വിഷാദ ഗാനങ്ങളൊക്കെ, ഭയങ്കര സാഡ് സോങ്ങൊക്കെ കേൾക്കും. എല്ലാം ഉണ്ട് മനുഷ്യന്. ഹാപ്പിനെസ് മാത്രമല്ല. ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു സാധനത്തിന്റെ പേരല്ല, അകത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാധനത്തിന്റെ പേരാണ്. ശരിയല്ലേ? പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ അത് തീരൂല, കിട്ടൂല, ഒരു കാലത്തും കിട്ടൂല. കാരണം ഒന്നിലും നമ്മൾക്ക് സംതൃപ്തി ഉണ്ടാവില്ല. എന്നാൽ അകത്തുള്ള ഒന്നാണ് എന്നൊരാൾ എപ്പോഴാണോ തിരിച്ചറിയുന്നത് അപ്പം മുതലേ